ഹായ് ഹലോ കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോസ് കാപ്പൻ എന്നാണ്. മക്കളെ, നമ്മളിന്ന് പെർസെൻറ്റേജിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ വീഡിയോ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് സെക്കൻഡ് വീഡിയോ കാണാൻ ശ്രമിക്കണം കേട്ടോ. നമ്മൾ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് അല്ല, മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള യാത്രയാണ്. അതായത് 2021 മുതൽ അല്ലെങ്കിൽ 2020 മുതൽ ചോദിച്ച പെർസെൻറ്റേജിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഈ വീഡിയോകളിലായിട്ട് അല്ലെങ്കിൽ ഈ സീരീസിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ഓരോ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്ത് മുന്നോട്ടാണ് പോകുന്നത്. അങ്ങനെ പല ടോപ്പിക്കുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്യണമെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിൽ അത് സിസ്റ്റമാറ്റിക്കായിട്ട് വൃത്തിയായിട്ട് ഓർഡറായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്, ഓഫ്ലൈൻ അധ്യാപകരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനോടൊപ്പം അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ കവർ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളെക്കുറിച്ച് നല്ല ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത കിട്ടും. അപ്പോൾ എപ്പോഴും ഓരോ എക്സാമിനെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ എക്സാമിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഏത് പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്. SSCയുടെ ചോദ്യങ്ങൾ പോലെയല്ല ബാങ്കിൻ്റെ ചോദ്യങ്ങൾ, അല്ലേ? ബാങ്ക് പരീക്ഷയുടെ ചോദ്യങ്ങൾ പോലെയല്ല റെയിൽവേയുടെ ചോദ്യങ്ങൾ. എല്ലാം ഒരു ചാപ്റ്റർ തന്നെയാണെങ്കിലും ചോദിക്കുന്ന റേഞ്ചും ചോദിക്കുന്ന രീതിയും വ്യത്യാസം കാണും. അപ്പം അത് പരിചയപ്പെടണമെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിച്ചേ തീരൂ. അപ്പം നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ ടോപ്പിക്കാണ് തീർന്നത്. ഇനി വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കുകളുടെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സിസ്റ്റമാറ്റിക്കായിട്ട് വൃത്തിയായിട്ട് പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പരമാവധി ഡെയിലി തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും ചെറിയ ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ അത് മാറ്റാറുള്ളൂ. അപ്പോൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഒപ്പം കൃത്യമായിട്ട് പഠിച്ചു പോരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പെർസെൻറ്റേജിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മക്കളെ, നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ചോദ്യങ്ങൾ ഈ കാണുന്ന ചോദ്യങ്ങളെല്ലാമാണ്, അല്ലേ? 6, 7 ചോദ്യങ്ങൾ ഇന്ന് പരിചയപ്പെടും. അതുപോലെ 8, 9, 10, 11, 12. സോ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഇടത് സൈഡിൽ ചോദ്യം ആൻസർ മാർക്ക് ചെയ്യാതെയും വലത് സൈഡിൽ അതേ ചോദ്യം ആൻസർ മാർക്ക് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനാണ്, ചെയ്തു നോക്കാൻ എളുപ്പത്തിനാണ്. അപ്പം ഈ തീരെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഉദ്ദേശിച്ചാണ് ആക്ച്വലി ഓരോ ക്വസ്റ്റിൻ്റെ എക്സ്പ്ലനേഷൻ ഇടുന്നത്. റേഞ്ചുള്ള കുട്ടികളുണ്ട്, കുറച്ച് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ വീഡിയോ കണ്ട് വെറുതെ സമയം വേസ്റ്റ് ആവാതിരിക്കാനാണ് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങൾ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ ആദ്യം ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ആദ്യം കാണിച്ച 2 ചോദ്യവും പിന്നെ ഈ ഒരു 5 ചോദ്യവുമാണ്. അങ്ങനെ ആകെ 7 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ച് ചെയ്ത് നോക്കുക, ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കുക, കിട്ടാത്തതിൻ്റെ എക്സ്പ്ലനേഷൻസ് കാണുക. അപ്പോൾ ഇനി താമസിപ്പിക്കുന്നില്ല, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. പെൺകുട്ടികൾ ആകെ എണ്ണം 500 ആയാൽ ആ സ്കൂളിൽ എത്ര ആൺകുട്ടികൾ ഉണ്ട്? ചോദ്യം വ്യക്തമല്ലേ? ഒരു സ്കൂളിലെ ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. മക്കളെ, 60% ആൺകുട്ടികളാണെങ്കിൽ ബാക്കിയുള്ള 40% പെൺകുട്ടികളായിരിക്കും. പെൺകുട്ടികൾ 500 പേരുണ്ടെന്ന് പറഞ്ഞാൽ 40% 500ന് തുല്യമാണ് എന്ന അർത്ഥം. ഓക്കെ, ഇനി ആ സ്കൂളിൽ എത്ര ആൺകുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ആൺകുട്ടികൾ 60% ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. 40% 500ന് തുല്യമാണെങ്കിൽ 60% ഏതിന് തുല്യമാണെന്ന് നോക്കിയാൽ മതി. ശരിയല്ലേ മക്കളെ? ഇത് കണ്ടുപിടിക്കണം. ഇതിന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാലോ. 60 × 500 ഡിവൈഡഡ് ബൈ 40 നമ്മുടെ ഉത്തരം, അല്ലേ? സോ ഈ 40ഉം ഈ 60ഉം നമുക്ക് 20 വെച്ച് വെട്ടിക്കളയാം. ഇത് 2 തവണ, ഇത് 3 തവണ, ശരിയല്ലേ? ഇതും കൂടെ വെട്ടിക്കളയാം. 250. ആൻസർ 3 × 250 750 ആൺകുട്ടികളുടെ എണ്ണം എന്ന് കിട്ടും. ചെയ്ത രീതി ഒന്നുകൂടെ പറയട്ടെ. അതായത് ആകെ കുട്ടികളിൽ 60% ആൺകുട്ടികളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി 40%
ആൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആകെ കുട്ടികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 100% എത്രയാണെന്ന് കണ്ടുപിടിക്കായിരുന്നു. ഇവിടെ ചോദിച്ചേക്കുന്നത് ആൺകുട്ടികൾ എത്രയാണെന്നാണ്. ആൺകുട്ടികൾ എത്രയാണെന്ന് ചോദിച്ചാൽ 60% ആൺകുട്ടികൾ. 60% എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഉത്തരം 750 എന്ന് കിട്ടും. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒരു പരീക്ഷയിൽ 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ച കുട്ടികളുടെ എണ്ണം 60. അപ്പോൾ മക്കളെ 30% കുട്ടികളാണ് വിജയിച്ചത്. വിജയിച്ചവരുടെ എണ്ണം തന്നിട്ടുണ്ട് 60. 30% കുട്ടികൾ വിജയിച്ചു. വിജയിച്ചവരുടെ എണ്ണം 60. എങ്കിൽ പരാജയപ്പെട്ടവരുടെ എണ്ണം, പരാജയപ്പെട്ടവർ 70% കുട്ടികളായിരിക്കും. അവരുടെ എണ്ണം കണ്ടുപിടിച്ച ഉത്തരവായി. 30% പേര് വിജയിച്ചു, അവർ 60 പേരാണ്. പരാജയപ്പെട്ടവർ ബാക്കി 70% 70% എത്ര പേർക്ക് തുല്യമാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ക്രോസ് മൾട്ടിപ്ലിക്കേഷനിലൂടെ ഉത്തരത്തിലേക്ക് എത്താം. 70 × 60 ഡിവൈഡഡ് ബൈ 30 ചെയ്യാം മക്കളെ. ഇതും വെട്ടിപ്പോയി 2 തവണ. 70 × 2 140 എന്ന് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാതെ ഈ ലോജിക്കും യൂസ് ചെയ്യാം. 30 60 അല്ലേ? 30% 60. അപ്പം 30ൻ്റെ 2 ഇരട്ടിയല്ലേ 60. അപ്പം 70ൻ്റെ 2 ഇരട്ടി എടുത്താൽ ഉത്തരം കിട്ടും. 70ൻ്റെ 2 ഇരട്ടി 140. കണ്ടോ? ഈ ഒരു കൺസെപ്റ്റും യൂസ് ചെയ്യാം. അപ്പം മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വെറുതെ സമയം കളയേണ്ട ആവശ്യം വരികയില്ല. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പരീക്ഷയിൽ പാസ്സാവാൻ 36% മാർക്ക് വേണം. മക്കളെ, ഒരു പരീക്ഷയിൽ പാസ്സാവാൻ 36% മാർക്ക് വേണം. 123 മാർക്ക് വാങ്ങിയ കുട്ടി 39 മാർക്കിന് പരീക്ഷയിൽ തോറ്റു. അതായത് 123 മാർക്ക് വാങ്ങിയിട്ടും 39 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് എന്ന് പറയുന്നത് 123ൻ്റെ കൂടെ 39 കൂടെ കൂട്ടുന്നതല്ലേ? 39 കൂട്ടുന്നതായിരിക്കും അല്ലേ? 123 + 39, 9 3 12, 1 3 3 6 വരും, 1 അല്ലേ? 162 അപ്പം പാസ് മാർക്ക്. 123 മാർക്ക് നേടിയ ആൾ 39 മാർക്കിന് തോറ്റുപോയി എന്ന് പറഞ്ഞാൽ പാസ് മാർക്ക് 162 മാർക്കാണെന്ന് അർത്ഥം. ഇനി 36% മാർക്ക് വേണം പാസ്സാവാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 36% എന്ന് പറയുന്നതാണ് 162 മാർക്ക്. ആകെ മാർക്ക് എത്രയെന്ന് ചോദിച്ചാൽ 100% എന്ന് പറയുന്നത് എത്ര മാർക്കിന് തുല്യമാണെന്ന് കണ്ടുപിടിക്കണം. 36% 162 ആണെങ്കിൽ 100% എത്രയെന്ന് നോക്കിയ ഉത്തരവായി. ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 100 × 162 ഡിവൈഡഡ് ബൈ 36 മക്കളെ നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ശരിയല്ലേ? നമുക്ക് വെട്ടിക്കളയാലോ. 36ഉം 162 നമുക്ക് 3 വെച്ചങ്ങ് വെട്ടാം. ശരിയല്ലേ? സോ ഇത് 3 വെച്ച് 12 തവണ, ഇത് 3 വെച്ച് 16ൽ 5 15 വരെ, 12ൽ 4 തവണ 54/12 എന്ന് വരും. ശരിയാണോ? വീണ്ടും നമുക്ക് 3 വെച്ച് വെട്ടാം. ഇത് 3 4 തവണ, ഇത് 3 1 24ൽ 8 തവണ അല്ലേ? ഇനി ഈ 4ഉം 100ഉം കൂടെ വെട്ടിക്കളയാം. 25. ഉത്തരം 25 × 18 ആണ് അല്ലേ? 25 × 18 നമുക്ക് 450 എന്ന് കിട്ടും കുഞ്ഞുങ്ങളെ. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 450. ചെയ്തത് ക്ലിയർ ആണല്ലോ? ആണ്. വെട്ടി ചെറുതാക്കുന്നതിൽ മാത്രമേ അവിടെ ഒരു പ്രശ്നമുള്ളൂ. ബാക്കി എളുപ്പമാണ്. കൺസെപ്റ്റ് സോൾവ് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 30%ഉം 55%ഉം തമ്മിലുള്ള വ്യത്യാസം 2500. കുഞ്ഞുങ്ങളെ, 30%ഉം 55%ഉം തമ്മിൽ 25%ൻ്റെ വ്യത്യാസമുണ്ട്. ഈ 25% എന്ന് പറയുന്നതാണ് 2500 അല്ലേ? എങ്കിൽ സംഖ്യ എത്ര എന്ന് ചോദിച്ചാൽ 100% എത്ര എന്ന് കണ്ടുപിടിക്കണം. ആണോ? നമുക്കറിയാം 30%ഉം 55%ഉം തമ്മിൽ 25%ൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 25%ആണ് 2500. 100% കണ്ട ഉത്തരവായി. ഇത് എത്ര ഇരട്ടിയാ?
100 ഇരട്ടിയല്ലേ മക്കളെ? അപ്പോൾ ഇങ്ങോട്ട് 100 ഇരട്ടി എടുത്താൽ ഉത്തരം കിട്ടും. ഇത്രയേ ഉള്ളൂ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് സമയം കളയണ്ട. അപ്പം നമ്മുടെ ഉത്തരം 10,000 എന്ന് കിട്ടും കുഞ്ഞുങ്ങളെ. 10,000 ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തും ചെയ്യാം, ഞാനിപ്പോൾ ചെയ്ത ലോജിക്കും യൂസ് ചെയ്യാം കേട്ടോ. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റഹീമിൻ്റെ വരുമാനത്തേക്കാൾ 20% കുറവാണ് രാജുവിൻ്റെ വരുമാനം. റഹീമിൻ്റെ വരുമാനം രാജുവിൻ്റെ വരുമാനത്തിനേക്കാൾ എത്ര ശതമാനം കൂടുതലാണ്? ഇതെപ്പോഴും കാണാറുള്ള ഒരു പാറ്റേൺ ആണേ മക്കളെ. ഇതൊന്ന് ശ്രദ്ധിച്ച് കേട്ടേ. ഇത്തരം ചോദ്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യാൻ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. ഇത്തരം ചോദ്യങ്ങളിൽ ഒരേ ഒരു സംഖ്യയുള്ളൂ, ആ സംഖ്യ 20 വേറെ ചോദ്യത്തിൽ വേറെ ഒരു സംഖ്യയും കിടപ്പില്ല. നിങ്ങൾ ആ സംഖ്യ 20 അങ്ങ് എഴുതുക. ഓക്കെ, ഡിവൈഡഡ് ബൈ. ഇനി 20 കഴിഞ്ഞ് വരുന്ന വാക്ക് കൂടുതലാണ് എന്നാണോ കുറവാണ് എന്നാണോ നോക്കുക. ഇവിടെ കുറവാണ് എന്നാണ്. കുറവാണ് എന്നാണെങ്കിൽ ആ 20 100നോട് കുറച്ച് താഴെ എഴുതുക. ഇൻറ്റു 100 മക്കളെ നമ്മുടെ ഉത്തരം. ക്ലിയർ ആണോ ചെയ്ത ടെക്നിക്ക്? ഇത്തരം ചോദ്യങ്ങളിൽ ഒരേ ഒരു സംഖ്യ കാണത്തുള്ളൂ, ആ സംഖ്യ എഴുതുക. ഡിവൈഡഡ് ബൈ. ആ സംഖ്യ കഴിഞ്ഞുള്ള വാക്ക് കൂടുതലാണ് എന്നാണോ കുറവാണ് എന്നാണോ നോക്കുക. കുറവാണെന്നാണെങ്കിൽ 100നോട് കുറച്ച് ആ സംഖ്യ താഴെ എഴുതുക. കൂടുതലാണ് എന്നാണെങ്കിൽ 100നോട് കൂട്ടി ആ സംഖ്യ താഴെ എഴുതുക. ഓക്കെ അല്ലേ? ഇൻറ്റു 100 ഉത്തരം. യെസ്. അപ്പോൾ ഇവിടെ ഇവനെയും തട്ടിക്കളയാം. 4 100/4 നമ്മുടെ ആൻസർ 25% എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ബി ആണ് മക്കളെ കറക്റ്റ് ഉത്തരം. ഇത്തരം പാറ്റേൺ ചോദ്യങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഇതാണെന്ന് ഒന്ന് പഠിച്ചു വെച്ചോണം കേട്ടോ. ഒരേ ഒരു സംഖ്യ കാണത്തുള്ളൂ, അത് കഴിഞ്ഞുള്ള വാക്ക് കൂടുതലാണ് എന്നാണോ കുറവാണ് എന്നാണോ നോക്കുക. കൂടുതലാണെങ്കിൽ 100നോട് കൂട്ടി എഴുതുക, കുറവാണെന്നാണെങ്കിൽ 100ൽ നിന്ന് കുറച്ച് താഴെ എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. അതായിരിക്കും ഉത്തരം കേട്ടോ. മുന്നോട്ട് പോവാം. ഒരു നഗരത്തിലെ ജനസംഖ്യ ഓരോ വർഷവും 9% വർദ്ധിക്കുന്നു. ഇപ്പോഴത്തെ ജനസംഖ്യ 6,54,000 അല്ല 65,400 ആണെങ്കിൽ അല്ലേ, ഒരു വർഷം മുൻപ് എന്തായിരുന്നു അല്ലേ? ഒരു നഗരത്തിലെ ജനസംഖ്യ ഓരോ വർഷവും 9% എന്ന നിരക്കിലാണ് വർദ്ധിക്കുന്നത്. 9% എന്ന നിരക്കിലാണ് വർദ്ധിക്കുന്നത്. ഇപ്പോഴത്തെ ജനസംഖ്യ 65,400 എങ്കിൽ ഒരു വർഷം മുൻപ് അല്ലേ മക്കളെ? ഓരോ വർഷവും 9% എന്ന നിരക്കിലല്ലേ വർദ്ധിക്കുന്നത് അല്ലേ? അപ്പം കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യയുടെ 109% ഇപ്പോഴത്തെ ജനസംഖ്യ. അതാണ് 65,400 എന്ന് തന്നേക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ കാണാൻ 100% എത്ര എന്ന് നോക്കിയാൽ പോരെ. ഞാൻ പറഞ്ഞ ടെക്നിക്ക് ഒന്നുകൂടെ പറയട്ടെ. കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യയുടെ 9% വർദ്ധിച്ച ജനസംഖ്യയല്ലേ ഇപ്പം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യയുടെ 109% ഇപ്പോഴത്തെ ജനസംഖ്യ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യയുടെ 109% 65,400. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ കാണാൻ 100% എത്ര നോക്കിയാൽ പോരെ മക്കളെ. സോ ആൻസർ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ ഇങ്ങനെ അല്ലേ. 100 ഇൻറ്റു 65,400 അല്ലേ ഡിവൈഡഡ് ബൈ 109 മക്കളെ. ഇത് കറക്റ്റ് വെട്ടിക്കളയാം. ഇത് കറക്റ്റ് 6 തവണയാണ്. 109 ഇൻറ്റു 6 654. അപ്പോൾ 600 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം 60,000 എന്ന് കിട്ടും. സോ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് മനസ്സിലായില്ല, അത്ര അങ്ങ് ശരിയായില്ലെങ്കിൽ നീ ഓർക്കുക, കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ എക്സ് ആണ്, ഇതിൻ്റെ 109% ഇൻറ്റു 109/100. ഇതാണ് ഇപ്പോഴത്തെ ജനസംഖ്യ. അതെത്രയാണ്? 65,400. കണ്ടോ? അതിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ജനസംഖ്യ കാണാൻ 65,400 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 109 എന്ന് ചെയ്യാമല്ലോ അല്ലേ. ഇതും വെട്ടിപ്പോയി 600 ഇൻറ്റു 100 ആൻസർ 60,000 എന്ന് കിട്ടുമല്ലോ. സെയിം തന്നെ, ഒരേ ലോജിക്ക് തന്നെ. അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ശരി, മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ഒരു ഓഫീസിലെ 80% ജീവനക്കാരും സ്ത്രീകളാണ്. ഓക്കെ. ആകെ പുരുഷ ജീവനക്കാരുടെ എണ്ണം 25 ആണ്
80% ജീവനക്കാരും സ്ത്രീകളാണെങ്കിൽ ബാക്കി 20% ജീവനക്കാർ പുരുഷന്മാരായിരിക്കും. പുരുഷന്മാരുടെ എണ്ണം 25 എന്ന് തന്നിട്ടുള്ളത് കൊണ്ട് 20% എന്നത് 25 എന്ന് കിട്ടും. എങ്കിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം എത്രയെന്നാണ്. അപ്പം ആ ഓഫീസിലെ 20% ജീവനക്കാർ പുരുഷന്മാരാണ്, അവർ 25 പേരാണ്. സ്ത്രീകളുടെ എണ്ണം ചോദിച്ചാൽ 80% സ്ത്രീകൾ അല്ലേ. അപ്പോൾ 80% ഏതിന് തുല്യമാണെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. ശരിയല്ലേ? ആകെ ജീവനക്കാരുടെ എണ്ണമായിരുന്നെങ്കിൽ 100% കാണണമായിരുന്നു. നമുക്കിവിടെ വേണ്ടത് സ്ത്രീ ജീവനക്കാരുടെ എണ്ണം. അപ്പം നമ്മൾ ആദ്യം ഇങ്ങനെ എത്ര ഇരട്ടിയാണെന്ന് അറിയാമോ എന്ന് നോക്കി. അറിയാവോ? 20-25 ആയാലും എത്ര ഇരട്ടിയാണെന്ന് അറിയത്തില്ല. ശരി, കുഴപ്പമില്ല. താഴേക്ക് എത്ര ഇരട്ടിയാണോ എന്ന് അറിയാമോ എന്ന് നോക്കി. അതെനിക്കറിയാം. ഇത് എത്ര ഇരട്ടിയാണ് മക്കളെ? ഇത് 4 ഇരട്ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ അതേ 4 ഇരട്ടി ഇങ്ങോട്ട് എടുത്താലും ഉത്തരം കിട്ടും. 25 × 4 ആൻസർ എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം 100 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും ഉത്തരം കിട്ടും. 80 × 25/20 എന്നല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ വരുന്നേ. ഇതും വെട്ടിപ്പോയി 4 × 25 100. അതും ഉത്തരം കറക്റ്റാണ്. ഞാൻ പറഞ്ഞത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും നിങ്ങൾ ഇത് എത്ര ഇരട്ടിയാണെന്ന് അറിയാവുമെന്ന് നോക്കണം. അറിയത്തില്ലെങ്കിൽ വിട്ടേക്കുക. താഴേക്ക് എത്ര ഇരട്ടിയാണെന്ന് അറിയാവുന്ന നോക്കുക. ഇത് രണ്ടും അറിയത്തില്ലെങ്കിൽ മാത്രം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി. സമയം വെറുതെ പോവില്ലേ. ഇത് മനക്കണക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ വെറുതെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഴുതി സമയം കളയണ്ടല്ലോ. ആദ്യം ഇത് എത്ര ഇരട്ടിയാണെന്ന് നോക്കുക. അതറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അതറിയത്തില്ലെങ്കിൽ ഇത് എത്ര ഇരട്ടിയാണെന്ന് നോക്കുക. അതറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതും അറിയത്തില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. കേട്ടോ? ശരി, മുന്നോട്ട് പോവാനില്ല. ഇന്നത്തെ ചോദ്യങ്ങൾ തീർന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പം നമ്മൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ 7 ചോദ്യങ്ങളോളം പരിചയപ്പെട്ടു. ഇന്ന് പരിചയപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പാർട്ട് 3 അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒപ്പം കൂടി വൃത്തിയായിട്ട് മുന്നോട്ട് കൂടെ പഠിച്ചു പോരുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. താങ്ക്